ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. വർഷത്തിന്റെ തുടക്കം എത്തിയാൽ ഉഹുദ് ശുഹദാഇന്റെ ഇടം ഒന്ന് സന്ദർശിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന പതിവ് അവരോട് പ്രകടിപ്പിക്കുന്ന വലിയ മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. സഹോദരങ്ങളെ, അങ്ങനെ മഹാന്മാരെ അനുസ്മരിക്കുകയും അവരെ പ്രത്യേകം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായും സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കാത്തൊരു ദിവസം ഇല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സഹോദരിമാരെ ആരാണ്? ഈ ഉമ്മത്തിലെ മഹദിമാരിൽ പൂർണ്ണത പ്രാപിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞ മഹദിയാണ്. കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾ കമാലിയത്ത് നേടിയിട്ടുണ്ട്. പൂർണ്ണത പ്രാപിക്കുക എന്ന് പറയുന്നത് ഈമാനിലും അമലിലും ഇഖ്ലാസിലും ഒക്കെയുള്ള പൂർണ്ണതയാണ്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ അവരുടെ കൂടെ ചേർത്തി തെരുമാറാകട്ടെ. അവരോടൊപ്പം ഒന്ന് നിൽക്കാൻ കിട്ടിയാൽ പരലോകത്ത് അവരൊക്കെ പോകുമ്പോ അവരുടെ ഒപ്പം ഒന്ന് ചേർന്ന് നിൽക്കാൻ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. നമ്മൾ ദുർബലരാണ്, ഈമാനികമായും കർമ്മപരമായും ക്ഷീണിതരാണ്. പക്ഷേ ആ രംഗത്ത് ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കൈവരിച്ച അംബിയാ, ഔലിയാ, ശുഹദാ, ഉലമാ, സ്വാലിഹീങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഈ ഒത്തുകൂടലും ഇവിടെയുള്ള എല്ലാ സുഹൃതങ്ങളും അതിന്റെ ഭാഗമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയും. നീണ്ട ചരിത്രം പറയാനുണ്ടല്ലോ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പത്നിയുടെ കൂടെയും ജീവിച്ചിട്ടില്ല. നീണ്ട 25 വർഷത്തെ ജീവിതമാണ്. അത്ര നീണ്ടൊരു ജീവിതം ഒരൊറ്റ മഹദിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ മുഴുവനും അതിന് സാക്ഷ്യം വഹിക്കുകയും അതിന് ഒത്താശ ചെയ്യുകയും അതിനു വേണ്ട എല്ലാ ഖിദ്മത്തുകളും ചെയ്ത് വലിയ ഭാഗ്യം നേടാൻ ഭാഗ്യം കിട്ടിയ മഹദിയല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഈ ഉമ്മത്തിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചവരെ തങ്ങൾ എണ്ണിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് പരിപൂർണത പ്രാപിച്ചവരിൽ 1-2 ആളുകളെ ഈ ഉമ്മത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയപ്പോ അതിൽ ഒരു പേരായി തങ്ങൾ പറഞ്ഞതാണ് വലം യക്മുൽ മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്ന് പരിപൂർണത പ്രാപിച്ചിട്ടില്ല. മുൻഗാമികളിൽ 2 ആളെ എണ്ണിപ്പറഞ്ഞു, ഇല്ല മറിയമു ഇബ്നതു ഇമ്രാൻ, ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴികെ. അതുപോലെ തന്നെ വആസിയത്തു ഇമ്രാത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയും ഒഴികെ മുൻഗാമികളിൽ 2 മഹദിമാരെ പറഞ്ഞപ്പോ ഈ ഉമ്മത്തിൽ 2 ആളുകളെ പറഞ്ഞു. അതിലൊന്നാണ് ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് ഫാത്തിമത്തു ഇബ്നത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ ഈ ഉമ്മത്തിൽ പരിപൂർണത പ്രാപിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു സാദാ പെണ്ണല്ല. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ 9 ദിവസം കൂടുമ്പോഴും
ആയിഷ ബീവിന്റെ അടുത്തേക്ക് ഒരു ദിവസം തങ്ങൾ വരുമല്ലോ. 9 ഭാര്യമാരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം തങ്ങളോടൊപ്പം ജീവിച്ചത്. ആ 9 ഭാര്യമാരിൽ തുടക്കത്തിൽ ഓരോരുത്തർക്കും ഓരോ ദിവസമാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സൗദ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു. പകല് സമയം തങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് എന്നോടൊപ്പം ഒന്ന് സംസാരിച്ച് സംവദിച്ച് തങ്ങളൊന്ന് തൃപ്തിപ്പെടുത്തിയാൽ മതി. എന്റെ രാത്രി ആയിഷ ബീവിക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്തു. അങ്ങനെയാകുമ്പോ 9 ദിവസത്തിൽ 2 ദിവസമായി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് തങ്ങൾ താമസിക്കുന്നത്. ഒന്ന് നേരത്തെയുള്ളൊരു ദിവസവും രണ്ടാമത് സൗദ ബീവി റളിയല്ലാഹു അൻഹ ദാനം ചെയ്ത ദിവസവും. ആ 2 ദിവസവും പറയുന്നൊരു മദ്ഹ് ആരുടേതാണെന്നറിയുമോ? സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. അവരുടെ മദ്ഹ് പറയാത്തൊരൊറ്റ ദിവസവും ഇല്ല. അങ്ങനെ മദ്ഹ് ഇങ്ങനെ കേൾക്കുന്നു. ഓരോ ദിവസവും ഓരോ ചരിത്രമല്ലേ പറയുന്നത്. ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടത്തിന് അയച്ചത്. മറ്റൊരു ദിവസം കച്ചവടം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് അബൂ ത്വാലിബിനോടൊപ്പം സൽക്കരിച്ചത്. വേറെ ഒരു ദിവസം വിവാഹാലോചന നടത്തിയത്, പിന്നെ വിവാഹം നടന്നത്, പിന്നെ അതിനുശേഷം വീണ്ടും ഒരു സൽക്കാരം ഖുറൈശി പ്രമുഖന്മാർക്കൊക്കെ വീട്ടിൽ വെച്ച് നൽകിയത്. ഇങ്ങനെ നീണ്ട 25 വർഷത്തെ ചരിത്രമുണ്ടല്ലോ പറയാൻ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കഠിനാധ്വാനവും അവിടുത്തെ ആ വല്ലാത്ത സ്നേഹവും ചെറിയൊരു സ്നേഹമല്ലല്ലോ. ആര് എന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ ആര് എന്ത് പറഞ്ഞാലും ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ. ഖദീജ ബീവിയോടുള്ള വല്ലാത്ത സ്നേഹം അതെനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. അത് തിരുത്താൻ ആർക്കും കഴിയില്ല. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി എല്ലാ സന്ദർഭത്തിലും മദ്ഹ് പറയുന്നു, അവരെ അനുസ്മരിക്കുന്നു, അവരെ ചരിത്രം പറയുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹൽ കാനത് ഇല്ലാ ജൂസാ. നബിയെ, ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പ്രായം ചെന്ന ഒരു മഹദിയല്ലേ. തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സുണ്ടല്ലോ, അത്രയും വലിയ പ്രായമായിട്ടുണ്ടല്ലോ എന്നൊരു വർത്തമാനം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ മറുപടിക്ക് ശേഷം പിന്നീട് ഒരു സമയം പോലും തങ്ങൾ എത്ര മദ്ഹ് പറഞ്ഞാലും ഞാനൊന്നും ചോദിക്കാറില്ല. ഞാൻ ആ മദ്ഹ് അങ്ങനെ കേട്ടിരിക്കാറാണ് പതിവ്. തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ, ഒരു കാര്യം കേൾക്കണോ നിനക്ക്? മാ അബ്ദലനില്ലാഹു ഖൈറം മിൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പകരം വെക്കാൻ പറ്റുന്ന നല്ലൊരു പെണ്ണിനെ അല്ലാഹു എനിക്ക് വേറെ പകരമാക്കി തന്നിട്ടില്ല. നിങ്ങൾ 9 പേരും എന്നെ ഖദീജക്ക് പകരമാകൂല. ലോകത്തിന് ഏതൊരാള് വന്നാലും ഖദീജ റളിയല്ലാഹു അൻഹക്ക് പകരമാകൂല. കാരണം എന്താണെന്നറിയോ? ആമനത്ത് ബി ഇത് കഫറനിന്നാസ് വസദ്ദഖതിനി ഇത് കദബനിന്നാസ് വവാസതിനി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോ എന്നെ ആദ്യമായി വിശ്വസിച്ചത് എന്റെ ഖദീജയാണ്. ആ ഒരു വലിയ പദവി ഉമ്മമാരെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാർത്തിക്കൊടുത്തില്ലേ? വീണ്ടും അവിടുത്തെ മദ്ഹാണ് പറയുന്നത്, വസദ്ദഖതിനി ഇത് കദബനിന്നാസ്. അല്ലാഹുവിന്റെ വഹി എനിക്ക് ലഭിച്ചു ജനങ്ങളെ, അല്ലാഹു എന്നെ റസൂലാക്കി നിശ്ചയിച്ചു ജനങ്ങളെ. ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ആ വിഷയം മോദിക്കൊടുക്കുമ്പോ പലരും എന്നെ നിരാകരിച്ചു തള്ളിയപ്പോ
എന്നെ വിശ്വാസത്തിലെടുത്ത് ഞാൻ പറയുന്ന അധ്യായങ്ങൾ മുഴുവനും വിശ്വസിച്ച് വാസ്തവമാക്കി എന്നെ കൊണ്ട് വിശ്വസിച്ച മഹദിയാണ് ഖദീജ. പോരാവവാസത്തിനീ ബിമാലിഹ ഇത് ഹറമനിന്നാസ്. മക്കയിലെ ജനങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് സാമ്പത്തിക രംഗത്തെന്നെ ബഹിഷ്കരിച്ചപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്ത് എനിക്ക് നൽകിയിട്ട് എന്നെ സഹായിച്ച മഹദി എന്റെ ഖദീജയാണ് ആയിഷ. അതുപോലെ എനിക്ക് സേവനം ചെയ്തൊരു പെണ്ണ് വേറെയില്ല. എനിക്കൊരു കാലത്തും മറക്കാൻ പറ്റാത്ത മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എന്തിനധികം പറയണം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖദീജ ബീവിയുടെ സഹോദരി. ഖദീജ ബീവിക്ക് വഫാത്തിന് ശേഷം ഹാല ബീവി, നേരത്തെയുള്ള സഹോദരിയാണ്. ഹാല ബീവി റളിയല്ലാഹു അൻഹ ഒന്നിങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ ഹാലത്തു ബിൻതു ഖുവൈലിദ്, അല്ലാഹുവേ എന്റെ ഭാര്യന്റെ സഹോദരിയായ ഹാല ബീവിയാണ് വരുന്നത്, നീ ആ ബീവിക്ക് ബർക്കത്ത് കൊടുക്കണം, റഹ്മത്ത് കൊടുക്കണം എന്ന് ദ്വാരക്കുന്നതോടൊപ്പം തങ്ങൾ പറയും, ആ നടത്തങ്ങോട്ട് കണ്ടാൽ എന്റെ ഖദീജയെ ഓർമ്മ വരും. ഖദീജ ബീവിന്റെ സഹോദരിയുടെ നടത്തം കാണുമ്പോഴേക്ക് എന്റെ ഖദീജ എനിക്ക് ഓർമ്മ വരും. ഏത് ചലനങ്ങളിലും ഏത് വിഷയങ്ങളിലും ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ ഒപ്പിയെടുത്ത് ഓർമ്മിപ്പിച്ച് അനുസ്മരിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹോദരങ്ങളെ, നമ്മെ പഠിപ്പിക്കുന്നത് അനുസ്മരിക്കേണ്ട മഹാന്മാരെ എന്നും അനുസ്മരിക്കണം, അവരെ എന്നും ഓർക്കണം, അവരെ ചരിത്രങ്ങൾ എന്നും പറയണം, അത് മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുക്കണം, ജനങ്ങൾക്കത് മാതൃകയാകുന്ന രൂപത്തിൽ പറഞ്ഞും എഴുതിയും ജനങ്ങളെ മുന്നിലേക്കത് പരിവർത്തനം നടത്തണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ച് നിർത്തിയിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുകൂടിയുണ്ട്. ചിലർ ചോദിക്കുന്ന അങ്ങനെ അനുസ്മരിച്ചാ പോരെ, എന്തിനാ അതിന് ചീരണിയൊക്കെ? ചീരണി വേണം. റുബ്ബമാ ദബഹ ശാത യുഖത്തിഉഹാ അളാഅൻ ഫയുർസിലു ഇലാ സ്വദാഇഖി ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്നതോടൊപ്പം അവിടുത്തെ ചരിത്രവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് അതിനെ കഷ്ണങ്ങളാക്കി ഭാഗങ്ങളാക്കി ഭാഗിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കുന്ന പതിവുണ്ടായിരുന്നു. അതേ, ഒരു ഭക്ഷണം അനുസ്മരണത്തിന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുക എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. മരിച്ചവരെ പേരിലുള്ള ഹദിയ, അതിന് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട്. ബാപ്പമാരുടെ മേലുള്ള ഹദിയകളൊന്നും നിർത്തരുത്. സ്ഥാനവും ബഹുമാനവും മക്കളെ കൽബിൽ കുറവാണ് എന്നുള്ളതിന്റെ അടയാളാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ചില സ്ഥലത്തോ കാണാല് ബാപ്പ മരിച്ചാല് 3, 7, 15, 40 പിന്നെ ഒരാണ്ട്, അത് കഴിഞ്ഞാ പിന്നെ ബാപ്പ കഴിഞ്ഞു, പിന്നെ ഉമ്മയും കഴിഞ്ഞു. ബാപ്പയും ഉമ്മയും കഴിയാനായിട്ടില്ല. നീ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം, എത്ര കാലം നിന്റെ മക്കൾ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം അവര് നിന്നെ ഓർക്കണമെന്നും നിനക്ക് ഹദിയ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നില്ലേ? അതിനാദ്യം ബാപ്പക്കുമ്മക്ക് ആദ്യം ചെയ്യണോ? പിന്നെ അത് പിന്നെ ഏതെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ ഒരു 100 രൂപ കൊടുത്തേക്കും. ബാപ്പ മരിച്ച മാസമാണ്, ഉമ്മ മരിച്ച മാസമാണ്, ഒന്ന് ദ്വാരക്കണം, ഇന്നാണ് ആണ്ടിന്റെ ദിവസം, 100 രൂപ മതിയാ? പോരാൻ തന്നെയാണ്. പോരാ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, പോരാൻ തന്നെയാണ്. ഇപ്പൊ ഈ ആണ്ടിന് ഇവിടെ നല്ല അറിവ് നടത്തി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കിൻഡൽ കണക്കിന് ഇറച്ചിയാണ് ഉസ്താദ് അവരുടെ പേരിൽ ഇവിടെ വിതരണം ചെയ്തത്. ഇനിയും വിതരണം ചെയ്യാതിരിക്കുന്നു. ഇനിയില്ല ജീരന്, ഇനിയുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് 50, 10, 20 അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ ഏറ്റെടുത്ത് സഹകരിച്ചവരുണ്ട്. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോടുള്ള മഹബത്തിന്റെ ഭാഗമായത് സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം അതിൽ സംബന്ധിച്ച് സഹകരിച്ചോ അവരുടെ എല്ലാവിധ ഹലാല ലക്ഷ്യങ്ങളും നീ ഹാസിലായി കൊടുക്കണേ അല്ലാഹ്. അത് വലിയൊരു മഹബത്തിന്റെ ഭാഗമാണ്. ഉപ്പാനോട് മഹബത്തുണ്ടോ എന്നാ ഒരാണ്ടും നിർത്താൻ പാടില്ല. നിർത്തിയവരൊക്കെ തുടങ്ങണ ആണ്ട്. ഞാൻ നിങ്ങളെ നാട്ടിൽ ജോലി ഇട്ടിട്ടൊന്നുമില്ല, പരിപാടി ഉണ്ടാകാൻ വേണ്ടി മുന്നിൽ പറഞ്ഞാന്ന് എഴുതണ്ട. ആണ്ട് വേണം. അത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്തിനാ നമ്മൾ നിർത്തിയത്? നമ്മൾ ഭാഗമൊക്കെ ഓരിച്ചെടുത്തില്ലേ? സ്വത്തൊക്കെ അനന്തര സ്വത്തൊക്കെ ഭാഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലേ? ആ ബാപ്പയും ഉമ്മയും നമുക്ക് നൽകിയ നന്മ ഏതെങ്കിലും കാലത്ത് സഹോദരങ്ങളെ അത് നമുക്ക് ഇല്ല എന്നോ അല്ലെങ്കിൽ തീർന്നുപോയി എന്നോ പറയാൻ ഏതെങ്കിലും കുട്ടിക്കടിയോ? പാപ്പയും ഉമ്മയും തന്ന നന്മയിലല്ലേ നമ്മൾ ഇന്നും ജ്വലിച്ച് നടക്കുന്നത്. എല്ലാ നന്മകൾക്കും സബബ് അവരല്ലേ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരാൻ കാരണം. അവരോടുള്ള ദുആ, ആ ദുആഇനെപ്പോഴും അവസാനമുണ്ടോ? മരിച്ചു കഴിഞ്ഞാലും ബാപ്പക്കും ഉമ്മക്കുമുള്ള ഹക്ക് ഉണ്ടോ? ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയെ, എന്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം എനിക്ക് അവരോട് ഹക്ക് ബാക്കിയുണ്ടോ? ഉണ്ട്, അവരോട് ഹക്കുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഹക്കുകൾ എന്തൊക്കെയാണ്? അദ്ദുആഉ ലഹുമാ. ആദ്യമായി തങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ അതുവരെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. തുല്യതയുണ്ടോ സഹോദരങ്ങളെ ആ ദുആഇന്? എത്ര ദ്വാരുന്നാലും മതിയാകുമോ? ബാപ്പയും ഉമ്മയും തന്ന സേവനത്തിന് ദുനിയാവിൽ എന്ത് കൊടുത്താലാണ് മതിയാകുന്നത്? എന്ത് റഹ്മത്ത് അവർക്ക് ചെയ്താലാണ് അതിന് ഓഹരിയാകുന്നത്, ഭാഗമാകുന്നത്? നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ മുഴുവനും കൊടുത്താലും അതിന് പകരമാകുമോ? ഇല്ലല്ലോ. എല്ലാ സമ്പത്തും സ്വതക്ക ചെയ്താലും പകരമാകുമോ? ഇല്ലല്ലോ. അത്രമാത്രം വലിയ റഹ്മത്തല്ലേ അവർ നമുക്ക് ചെയ്തത്. അതിന് തുല്യതയില്ലല്ലോ, അതിന് കണക്ക് പറയാനൊക്കില്ലല്ലോ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നീ പ്രത്യേകം പൊറുക്കലിനെ തേടണം. വ ഇൻഫാദു അഹദിഹിമാ. ബാപ്പ ഉമ്മ നിന്നെ ഏൽപ്പിച്ച വാഗ്ദത്തങ്ങൾ നീ നിറവേറ്റണം. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ബാപ്പ ഏൽപ്പിച്ചിട്ടുണ്ട്, ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്, മറന്നേക്കരുത്. ഒന്നും നീ വിസ്മരിക്കരുത്. ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ അങ്ങനെ നീ അത് പൂർത്തീകരിക്കണം. പോരാ, വ ഇക്റാമു സ്വദീഖിഹിമാ. ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. ഈ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു ആ നടത്തിയിരുന്ന ആണ്ട്, അല്ലേ? മൂപ്പരെ വിളിക്കണം. മൂപ്പര് ബാപ്പാന്റെ ഒപ്പം ജോലി എടുത്ത ആളാണ്. ഒരു ബാപ്പാന്റെ ഒപ്പം പഠിച്ചാണ്. ഒരു ബാപ്പാനൊപ്പം അവിടെ, ഒരു ബാപ്പാന്റെ കൂടെ എപ്പോഴും ജമാഅത്തിന് പോകുമ്പോഴൊക്കെ ബാപ്പാന്റെ ഒപ്പം ഉണ്ടാകല്. ഇങ്ങനെ ഈ ബന്ധമുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട്, അല്ലെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ടൊരു സ്നേഹബന്ധം നിർത്തി. പിന്നെ നമ്മളിൽ എന്ത് ദീനാണുള്ളത്? നമ്മളിൽ എന്ത് ഇസ്ലാമാണുള്ളത്? എന്ത് മഹബത്താ ഉള്ളത്? ഉമ്മമാരെ, സഹോദരങ്ങളെ, അത് നിർത്താൻ പറ്റൂല. നിർത്തേണ്ട ഒരു സംഗതിയല്ല. ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ സുഹൃത്തുക്കളെ നീ ബഹുമാനിക്കണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാരികളായ ആളുകളുടെ വിഷമങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കൽ ബഹുമാനമാണ്. ബാപ്പയുടെ കൂടെ തൊഴിലെടുത്തിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല. നിന്റെ ബാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ അവിടെ പോയി ഇടക്കിടക്ക് സന്ദർശിക്കും. അതിന് പകരം ഇപ്പൊ നീയാ പോകേണ്ടത്. പോകാൻ ബാപ്പ ഇല്ലല്ലോ, നീ അതിന് പകരം പോകണം. ഇടക്കിടക്ക് പോയി കണ്ട് വിശേഷങ്ങൾ അന്വേഷിക്കണം, സമാധാനിപ്പിക്കണം, ആശ്വാസത്തിന്റെ വചനങ്ങൾ കൊടുക്കണം, ഷിഫായിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണം. നിന്റെ സന്ദർശനം അവർ നിന്റെ ബാപ്പാനെ ഓർമ്മിപ്പിച്ച് ബാപ്പാന്റെ ഖബറിലേക്ക് നിന്റെ സന്ദർശനം കൊണ്ട് വലിയ വലിയ കുളിര് പെയ്യണം. എന്റെ മോൻ കണ്ടില്ലേ, ഞാനുണ്ടെങ്കിൽ ഞാനാണ് അവിടെ പോകേണ്ടത്.
ആ സ്ഥാനത്ത് ഇന്ന് എന്റെ മോനാണല്ലോ പോയത്. സുബ്ഹാനല്ലാഹ്, എന്റെ കൂട്ടുകാരനെ എന്റെ മോനെ ആശ്വസിപ്പിച്ചല്ലോ, ദുആ ചെയ്തു കൊടുത്തല്ലോ, മരുന്ന് വാങ്ങിച്ചു കൊടുത്തല്ലോ, ഒന്ന് എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച് തലോടിയിട്ട് സമാധാനിപ്പിച്ചല്ലോ. ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ആശ്വാസം നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് വലിയ സന്തോഷമാണ്. മഹാന്മാരെ ബഹുമാനിച്ചത് കണ്ടില്ലേ നിങ്ങൾ? ബാപ്പമാരെ കൂട്ടുകാരെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാഹനപ്പുറത്ത് മഹാനവറുകൾ ഇങ്ങനെ പോകുന്നു. നല്ല ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വഴിയോരത്തതാ ഒരു അറാബിയായ മനുഷ്യൻ. ആ അറാബിയായ മനുഷ്യൻ വണ്ടിയെ ഇങ്ങനെ തടഞ്ഞു നിർത്തി, കൈ കാണിച്ചു നിർത്തി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്തേന്ന് ചോദിച്ചു. എന്ത് പറയാനാണ് ഞാൻ നിർത്തിയത് എന്നറിയുമോ? നിങ്ങളെ ഉപ്പയുണ്ടല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു. നിങ്ങളെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. അത് കേട്ട ഉടനെ വാഹനത്തിൽ നിന്ന് ഇബ്നു ഉമർ തങ്ങൾ ഇറങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള്, ആ ഷാള് തോളിൽ നിന്ന് എടുത്തിട്ട് ആ ബാപ്പാന്റെ കൂട്ടുകാരന്റെ മകന്റെ തോളിൽ ആ ഷാൾ ഇങ്ങനെ അണിയിച്ചുകൊണ്ട് നല്ലൊരു സ്നേഹ ബഹുമാനം കൊടുക്കുന്നു. കണ്ടു നിൽക്കുന്നവർ ചോദിച്ചു, അല്ല ഇബ്നു ഉമർ തങ്ങളെ, അതൊരു പാവം അറാബിയായ മനുഷ്യനല്ലേ? ഒരു ദിർഹം കൊടുത്താലും തൃപ്തിപ്പെട്ടു പോകൂലേ? 2 ദിർഹം കൊടുത്താലും സന്തോഷത്തോടെ മടങ്ങൂലേ? ഇത്ര വിലപിടിപ്പുള്ള ഷാള് എന്തിനാ നിങ്ങൾ കൊടുത്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തിനാന്നറിയുമോ? ഇന്ന അബാഹു കാന സ്വദീഖൻ ലി അബീ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായിരുന്നു, സുഹൃത്തായിരുന്നു. ആ ഉപ്പയോട് ഒരു ബാധ്യത എനിക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് ഉപ്പാന്റെ സുഹൃത്തിന്റെ മോനല്ലേ, എന്റെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ മോനല്ലേ. അദ്ദേഹത്തിന്റെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, എന്റെ ഉപ്പയും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനെ ഞാൻ കണ്ടിട്ട് ഒന്ന് ബഹുമാനിക്കാതെ പോയാൽ, ഒന്ന് ആദരിക്കാതെ പോയാൽ അതെന്റെ ഉപ്പാക്ക് വിഷമമാകൂലേ എന്ന് കരുതിയിട്ട് എന്റെ തോളിലുള്ള ഷാളെടുത്ത് ഒരു ബഹുമാനം കൊടുത്തതാണ്. ഇക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരാണോ കല്യാണത്തിന് വിളിച്ചത്, നീ മുടക്കരുത്. കാരണം ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പ കല്യാണം മുടക്കൂല. ബാപ്പാന്റെ സുഹൃത്തിന്റെ മോളെ കല്യാണല്ലേ, ഇന്ന് ബാപ്പ പങ്കെടുക്കാനില്ലല്ലോ, നീ അവിടെ അറ്റൻഡ് ചെയ്യണം, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. തലേ ദിവസം ബാപ്പ കല്യാണ വീട്ടിലെത്തുന്ന സാഹചര്യമുള്ള വീടാണോ, നീ അവിടെ തലേ ദിവസം തന്നെ എത്തണം. നിന്നെ കൊണ്ട് ആകുന്ന സേവനങ്ങളൊക്കെ നീ ചെയ്യണം. സാമ്പത്തിക സഹായമല്ല, ശാരീരിക സഹായമാണോ നിന്റെ ബാപ്പ അവിടെ നിർവഹിക്കുന്നത്, ആകുന്നത് നീയും ചെയ്തു കൊടുക്കണം. ബാപ്പയുണ്ടാകുമ്പോ 1-2 മണിക്കൂർ ആ കൂട്ടുകാരന്റെ കൂടെ വേണ്ട ഹിദ്മകളൊക്കെ ചെയ്യാനുണ്ടാകുമായിരുന്നു. ആ സ്ഥാനത്ത് നീ നിന്നു കൊടുക്കണം. കാരണം ഉപ്പയില്ലല്ലോ, ഉപ്പാന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ മകളെ കല്യാണമല്ലേ, മകന്റെ കല്യാണമല്ലേ. ബാപ്പ പോയി സംബന്ധിക്കേണ്ടിടത്ത് ഞാനാണ് പോകേണ്ടത്, ഞാനാണ് സഹകരിക്കേണ്ടത്, ഞാനാണ് ഒത്താശ ചെയ്യേണ്ടത്. അതെന്റെ ബാപ്പയോട് ഞാൻ ചെയ്യുന്ന കടപ്പാടാണ്, മരിച്ചതിന് ശേഷം നിർവഹിക്കേണ്ടതാണ്. 5-ാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറയുന്നു. എന്താണ് 5-ാമത്തെ കാര്യം? ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും ചേർത്തിരുന്ന പ്രത്യേക കുടുംബ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾ എപ്പോഴും ചേർത്തിക്കൊണ്ടിരിക്കണം. ബാപ്പ ഉണ്ടാകുന്ന സമയത്ത് ബാപ്പാന്റെ ബാപ്പാന്റെ കുടുംബക്കാരായ ബാപ്പയുടെ സഹോദരിമാര്, ബാപ്പയുടെ സഹോദരന്മാര്, ബാപ്പയുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകളെ സന്ദർശിക്കുകയും അവിടെ ഇടക്കിടക്ക് പോയി വരുന്ന പതിവും ഉണ്ടായിരുന്നു. നീയും അങ്ങനെ പോകേണ്ടതാണ്. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദഅബീ, ബാപ്പയുടെ കുടുംബക്കാരോട്
ഉമ്മയുടെ കുടുംബക്കാരോട് ബന്ധം പുലർത്താൻ ഇന്ന് ഉമ്മയില്ല. ഉമ്മയുണ്ടെങ്കിൽ വർഷത്തിൽ 2 തവണ നമ്മുടെ അമ്മാവന്മാര് ഉമ്മയുടെ സഹോദരന്മാരെ പോയി സന്ദർശിക്കും. എന്നിട്ട് അവിടെ ഓരോ ദിവസം അവിടെ കഴിച്ചുകൂട്ടും, എന്നിട്ട് തിരിച്ചു വരും. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് നീയാണ് പോകേണ്ടത്. നീ പോയിട്ട് ആ സ്നേഹബന്ധവും കുടുംബ ബന്ധവും പാലിക്കണം, അത് നിലനിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യം ആ ബന്ധം തുടരണം. ഇത് മരണാനന്തര ജീവിതത്തില് ബാപ്പക്കും ഉമ്മക്കും മക്കളാകുന്ന നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ, മരണാനന്തര ശേഷം ഇത്ര ബാധ്യത നിൽക്കുന്ന വേറൊരു വിഭാഗം ആരെയെങ്കിലും തെരഞ്ഞാ നമുക്ക് കാണാൻ പറ്റുമോ സഹോദരങ്ങളെ? അതുപോലെ നിലനിൽക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് ഇൽമു നൽകിയവർ, നമുക്ക് മാർഗം കാണിച്ചു തന്നവർ, നമ്മുടെ മാർഗദർശികളായ മഹാന്മാർ. അവരോടുള്ള മഹബത്തിന്റെ ഭാഗമായിട്ട് അവരെ അനുസ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട്, അവർക്ക് വേണ്ടി ദറജകൾ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതും അവരെ പോയി സന്ദർശിക്കുന്നതും ആ മഹബത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, അവരുടെ ഉസ്താദാണല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം തങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റ 150-ലാണ്. അതേ വർഷത്തിലാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായതും. ഇരിക്കട്ടെ, ആ അബൂ ഹനീഫ ഇമാമിനെ പറ്റിയിട്ട് മദീനയിൽ കിതാബ് ഓതാൻ വേണ്ടി വന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവോട് ഇടക്കിടക്ക് ചോദിക്കും, ഉസ്താദേ അബൂ ഹനീഫ തങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിനെ പറ്റി അങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മോനെ ഒരു മഹാസംഭവമാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ തൂണിങ്ങനെ നോക്കിയിട്ട്, ഈ തൂണ് ഒരു സ്വർണമാണ് എന്ന് മഹാനവറുകൾ സമർത്ഥിച്ചാൽ അത് അംഗീകരിക്കല്ലാതെ വേറെ മാർഗം ഉണ്ടാകൂല. അത്രമാത്രം വലിയ ഇൽമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയിരിക്കുന്നത്. സ്വർണമാണ് എന്ന് വാദിച്ച അതേ തൂണിനെ പറ്റി തന്നെ കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് സ്വർണ്ണല്ല അത് വെള്ളിയാണ് എന്ന് വാദിച്ച അതും സമ്മതിക്കേണ്ടി വരും. അതിന് മാത്രം ഇൽമ് അല്ലാഹു തആല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നൽകിയിട്ടുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയങ്ങളും ഒരാൾക്കും സമ്മതിക്കാതെ അല്ലാതെ എതിർക്കാൻ കഴിയൂല. അത്രമാത്രം വലിയ ഇൽമാണ് അല്ലാഹു തആല ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നൽകിയത്. ഇടക്കിടക്ക് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറയും. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഏത് ശിഷ്യന്മാരെ കണ്ടാലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വലിയ ബഹുമാനമാണ്. അതേ, ബഗ്ദാദിൽ താമസിക്കാൻ ഒരു 4 വർഷം കിട്ടിയപ്പോ, 4 വർഷം ബഗ്ദാദിൽ താമസിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയപ്പോ ആ 4 വർഷവും ഒരൊറ്റ ദിവസം വിടാതെ, ഒരൊറ്റ ദിവസം ഒഴിവാക്കാതെ എല്ലാ ദിവസവും പുറപ്പെടും ഇലാ ഖബറിൽ ഇമാമി അബീ ഹനീഫ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടത്തിലേക്ക് പോകും, സിയാറത്ത് ചെയ്യും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ വെച്ച് ഞാൻ എന്ത് ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടേ ഉള്ളൂ. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരെ പറ്റി അന്വേഷിക്കുന്നു. ബഗ്ദാദിലെത്തിയ ശേഷം 2-3 സ്ഥലങ്ങളിൽ അവരെ ദർസ് നടക്കുന്നു എന്ന് കേട്ടപ്പോ, ആരാണ് ഈ ദർസിൽ പോയിരിക്കുന്നത് എന്നറിയുമോ? വലിയ പണ്ഡിതനായ, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള, വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വലിയ പണ്ഡിത കേസരിയായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പാണ്ഡിത്യത്തിന്റെ ഗരിമയിലും പാണ്ഡിത്യത്തിന്റെ മകവിലും അതിന്റെ നിറവിലും
അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ ദർസ് തേടി പോകുന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയ പാഠങ്ങളല്ലേ അവർ പഠിപ്പിക്കുക, അത് കേട്ട് പഠിക്കാലോ. അവിടെ ദർസിൽ പോയിരിക്കുന്നു. ദർസിൽ ഇങ്ങനെ ഉസ്താദ് സംശയത്തിനുള്ള അവസരം തുറന്നിടുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പതുക്കെ പതുങ്ങിയ സ്വരത്തിൽ സംശയം ചോദിക്കും. സംശയം കേൾക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ പറയും, ഈ നാട്ടിലുള്ള ആരും അല്ലല്ലോ, പുറം നാട്ടിൽ നിന്ന് വന്ന ആരോ ആണല്ലോ എന്ന് പ്രത്യേകം പറയും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആളെ പരിചയപ്പെടുത്തല, പതുക്കെ ഒരു ഭാഗത്തിരിക്കും. എന്നിട്ട് ദർസ് അങ്ങനെ കേൾക്കും. എത്ര മണിക്കൂറാണ് അങ്ങനെ ഇരുന്നത്! സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിൽ താമസിച്ച 4 കൊല്ലവും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരുടെ ദർസിൽ പോയിരുന്ന് അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനമാണ്. എങ്ങനെയാണ് ആ ബഹുമാനം ഉണ്ടായത്? അവിടുത്തെ ഗുരുവര്യരായ മദീന പള്ളിയിലല്ലേ ഷാഫി ഇമാം തങ്ങൾ ഏറ്റവും അധികം ഓതിപ്പടിച്ചത്. 16 വർഷക്കാലം മദീന പള്ളിയിൽ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ ദർസ് ഓതിയില്ലേ? ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോ എപ്പോഴും മനസ്സിലൊരു ദാഹമാണ്, എപ്പോഴും മനസ്സിലൊരു മോഹമാണ്. അബൂ ഹനീഫ തങ്ങളുണ്ടെങ്കിൽ ഒന്നവിടത്തോടൊപ്പം ഇരിക്കാമല്ലോ, ഒന്ന് ഇൽമ് കേൾക്കാമല്ലോ. ഞാൻ ജനിക്കുമ്പോഴേക്ക് മഹാനവർകൾ വിടവാങ്ങിയല്ലോ. ആ ഒരു സങ്കടം തീർക്കുന്നതിന് വേണ്ടിയാണ് ശിഷ്യന്മാരെ സമീപിച്ചവരെ ദർസിൽ പോയിരുന്ന് വിജ്ഞാനങ്ങൾ പകർത്തുന്നതും സംശയങ്ങൾ ചോദിച്ചു കൂടുതൽ കൂടുതൽ ഇൽമു നേടുന്നതും. ഓ സഹോദരന്മാരെ, ഇതെല്ലാം മഹത്തുക്കളെ ഓർക്കുന്നതിന്റെ, അവനെ അനുസ്മരിക്കുന്നതിന്റെ, അവരുടെ ഇൽമു പകർത്തുന്നതിന്റെ ഭാഗമായി മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഏറ്റവും അധികം ദർസ് നടത്തിയ നാടാണല്ലോ ഈ നാട്. അതിന്റെ ബറക്കത്ത് അല്ലാഹു ഈ നാട്ടിൽ നിലനിർത്തി തരട്ടെ. ആ ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിലെ ദീനീ ചൈതന്യം ഒന്നും തേഞ്ഞുമാഞ്ഞു പോകാതെ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആദർശത്തിന്റെ വിശുദ്ധിയില് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തീവ്രമായ രൂപത്തിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സഹായം നൽകുമാറാകട്ടെ. ഉസ്താദ് അവർകളെ പറ്റി അവിടുത്തെ ശിഷ്യന്മാർ എഴുതിയ മർസിയത്ത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ അനുശോചന കാവ്യത്തിൽ 2-3 വരികൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ചുപോയി. ലിദ്ദീനി സൈഫുൽ ലിൽ ബിദഇ ഖാമിഉഹും വനാസിഹുൽ ലിജമീഇൽ ഖൽഖി ഈമാനാ. ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ്, അതേ ലിദ്ദീനി സൈഫുൽ ലിൽ ബിദഇ ഖാമിഉഹും, ദീനിന് അവിടുന്ന് അടിയുറച്ച ഒരു ഘടകമായിരുന്നു. ആദർശരംഗത്ത് കടുകിട വ്യത്യാസമില്ല, ഉറച്ച നിലപാടാണ്. ഉസ്താദ് അവരുടെ വാളുകൾ കേട്ടു നോക്കൂ നിങ്ങള്, അത് ഖൽബിലേക്ക് തറക്കുന്ന ഉപദേശങ്ങളാണ്. മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ ഒന്ന് ചിന്താപൂർവം മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് ആ ഉപദേശങ്ങളൊന്ന് കേൾക്കുമ്പോ നമ്മുടെ ഖൽബിലേക്കാണ് ഉസ്താദ് ഉപദേശങ്ങൾ നടത്തുന്നത്. അതൊരു പുറംപൂച്ചിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. ഏറ്റവും അധികം അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈമാനിന്റെ കാവലാണ്. അതിനല്ലേ ലിഅഹ്ലിൽ ബിദഇ ഖാമിഉഹും, ബിദ്അത്തുകാരോട് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. മഹാന്മാരായ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവരുടെ അഖീദയിൽ, അവരുടെ ഈമാനിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവഴിയാണത്. അള്ളാഹുവിന്റെ ദീനിനോട് എതിർപ്പുള്ള ആളുകളോടാണ് അവർക്ക് എതിർപ്പ്. ദീനിനെ കേടുവരുത്തുന്ന, ദീനിന്റെ ആശയങ്ങൾ ഛിന്ന ഭിന്നമാക്കുന്ന, ദീനിന്റെ ആശയങ്ങൾ വളച്ചൊടിക്കുന്ന
വിശുദ്ധ ദീനിന്റെ ആശയങ്ങളിൽ ഇല്ലാത്തത് വാരിച്ചേർക്കുന്ന ആളുകളോടാണ് അവർക്ക് എതിർപ്പുള്ളത്. അത് ഈമാനിന്റെ ഒരു ഉറച്ച നിലപാട് അങ്ങനെയാണ് സഹോദരങ്ങളെ. ഈമാനുള്ളവരെ പറ്റി ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. ശരിയായ നിലക്കുള്ള ഈമാനുള്ള ആളാണോ അവനൊരിക്കലും അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിരായി പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയില്ല. ദീനിന്റെ എതിരാളികളായ ബിദ്അത്തുകാരെ, ഈമാൻ ഉറച്ച മുഅ്മിനീങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുബ്തദിഉകളോട് സ്നേഹബന്ധം പുലർത്താൻ, ഇഷ്ടബന്ധം പുലർത്താൻ അവർക്ക് കഴിയില്ല. ആരാണ് സഹോദരങ്ങളെ അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ? എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പണ്ഡിതന്മാർ അൽ മുനാഫിഖൂന വൽ യഹൂദു വൽ ഫുസ്സാഖു വൽ ലമതു വൽ മുബ്തദിഅതു. തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഈ കിതാബ് ആലമ്പാടി ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാര് ഉസ്താദ് അവറുകളുടെ മൻഖൂലാത്തിൽ നിന്ന്, ഉസ്താദ് അവറുകൾ എഴുതി വെച്ച ഒരുപാട് ഫായിദകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട്, ഉസ്താദ് അവറുകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി രചിച്ചൊരു കിതാബാണ് അൽ അസ്റാറു വൽ ഫവായിദ്. അതിലൊരു ഭാഗത്ത് ഉസ്താദ് പ്രത്യേകം തലക്കെട്ടിൽ എഴുതി വെച്ചൊരു ഭാഗം റൂഹുൽ ബയാനിൽ നിന്നുള്ളൊരു ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ ആരാണ്? അൽ മുനാഫിഖൂൻ, കപടന്മാരാണ്. കപടന്മാര് കണ്ടില്ലേ, കാപ്പട്യം ശരിയാകൂല. കാപ്പട്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒന്നാണ് പുറത്ത് വേറൊന്നുമാണ്. അത് ശരിയാകൂല. ഉടുമ്പിന്റെ മാളം പോലെയാണ്. ഉടുമ്പിനെ കണ്ടില്ലേ? ഉടുമ്പിന്റെ മാളം പോലെയാണ് മുനാഫിക്കിന്റെ അവസ്ഥ. പുറത്ത് വേറൊന്നാണ്, ഉള്ളില് വേറൊന്നാണ്. ഉടുമ്പിനെ വേട്ടയാടാൻ പോയിട്ടുണ്ടോ? പോയാ അറിയും. പെരിച്ചായനെ കണ്ടാലും തിരിയത്. പെരിച്ചായിക്കൊണ്ട് അങ്ങനെ സ്വഭാവം അല്ലേ? പെരിച്ചായ മാളം കണ്ടില്ല? ഇവിടെ പെരിച്ചായി എന്നല്ലേ പറയല് അല്ലേ? വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ പേര് പറയേണ്ടി വരും. പെരിച്ചായി. അതിനുണ്ടാവും രണ്ട് മട. ഉടുമ്പിനുണ്ടാകും 2 ദ്വാരം. അപ്പൊ നമ്മൾ ഈ ദ്വാരത്തിലാന്ന് കരുതിയിട്ട് ഒരു വടിയെടുത്തിട്ട് അതിലെങ്ങനെ പതുക്കെ ഉടുമ്പൊന്ന് അപ്പുറത്തുകൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉടുമ്പ് നമ്മുടെ കമ്പിയിൽ തറക്കാൻ വേണ്ടിയിട്ട് ഒരു കുത്തിയാല് മറ്റേ മാളത്തിലൂടെ മൂപ്പര് തടി സലാമത്താക്കി വേറെ മരത്തിന്റെ മേലെത്തിയിട്ടാവും. പുറത്തേക്ക് വേറൊന്നാണ്, ഉള്ളില് വേറൊരു ദ്വാരാണ്. മുനാഫിക്കിന്റെ സ്വഭാവമാണ് പുറത്ത് നല്ല സോപ്പിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റിൽ, ഉള്ളില് ഒരു ഈമാനുമില്ല, ഒരു ഇഖ്ലാസും ഉള്ളിലില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് മഹബത്ത് വെക്കാൻ കഴിയാത്തത്. മുത്തുനബി തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് കിറുകിറിയായി. ഒരു സ്വലാത്തും തസ്ലീമും ചൊല്ലിയാൽ അവനതാ മൂട്ട കടിക്കും പോലെയാണ് പെട്ടെന്ന് എണീറ്റ് പോകല്. സഹോദരങ്ങളെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പേടിയാണ്, ഒരു മദ്ഹ് ചൊല്ലിയാൽ അവന് പേടിയാണ്. സുബ്ഹാനല്ലാഹ്. സ്വലാത്തും മദ്ഹുമൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും പ്രേരിപ്പിച്ച സുന്നത്തായ സംഗതിയല്ലേ. എന്തിനു പേടിക്കണം? കണ്ടില്ലേ നിങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ആള് റെഡിയാണ്. മരിച്ചാളെ 40 ഒരുമിച്ച് കൂടിയതാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ ആള് റെഡിയാണ്. ഭക്ഷണം കഴിച്ചിട്ടെങ്ങാനും ഒരു അൽഫാത്തിഹ എന്ന് വിളിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരു പടക്കം പൊട്ടുമ്പോൾ ഒരു പോക്കാണ്. എന്താ ഈ ഫാത്തിഹ കുഴപ്പോ? എന്താ ഈ ദ്വാരക്കുന്നതിന് കുഴപ്പോ? ഖബറിന്റെ പുറത്ത് ദ്വാരക്കാൻ പറ്റൂല. അപ്പൊ കാണാൻ തസ്ബീത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ ഊരിപ്പോകുന്നു. തസ്ബീത്ത് ഒരു ദ്വാനല്ലേ? തസ്ബീത്തിൽ പറയുന്ന ദ്വാനല്ലേ? അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ. ദ്വാല്ലേ അത്? അതിനർത്ഥം അല്ലാഹുവേ, ചോദ്യകർത്താക്കളായ മലക്കുകൾ വരുമ്പോ ഈ ഖബറാളിക്ക് നല്ല സ്ഥിരത കൊടുക്കണേ അല്ലാ, നല്ല ധൈര്യം കൊടുക്കണം ചോദ്യത്തിന് ഉത്തരം പറയാൻ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്.
ഉത്തരം നീ മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അദ്ദേഹം കിടക്കുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ഭാഗത്തല്ലേ, രണ്ട് ഭാഗങ്ങളെയും വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, ഖബറാളിക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാ ഭയപ്പാടുകളിൽ നിന്നും എല്ലാ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് നീ സുരക്ഷിതത്വം കൊടുക്കണം, അഭയം കൊടുക്കണേ അല്ലാ. ഈ പറയുന്ന ആമീന്ന് പറയുന്നത് മാത്രമേ ദുആ ഉള്ളൂ? അങ്ങനെണ്ടാ? ആമീന്ന് ഇപ്പുറത്ത് പറഞ്ഞെങ്കിലേ ദുആ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആമീന്ന് പറയാതെ എത്ര ദുആ ദ്വാരക്കുന്നു? നിസ്കാരത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ദ്വാരക്കല്ലേ? അതിന് ബാക്കുന്നാരും ആമീൻ 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 പറയണ്ട. ആമീന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദുആ ഉള്ളൂ? അല്ല, തസ്ബീത്ത് ചെല്ലുമ്പോൾ കാണാം ചില ആളുകളൊക്കെ നിൽക്കുന്നു, പിന്നെ ഒരു അൽഫാത്തിയെ വിളിച്ചാൽ കാണാം അവരൊറ്റ പോക്ക് പോകണം. എന്താ ഫാത്തിയ കുഴപ്പം? ഖുർആനല്ലേ ഓതുന്നത്? ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതണം, അത് സുന്നത്താണെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് ഖബറെങ്കിൽ പാകപ്പെട്ട ഖുർആൻ ഓതണം. ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ, യാസീൻ ആണെങ്കിൽ യാസീൻ, ഇഖ്ലാസ് ആണെങ്കിൽ ഇഖ്ലാസ്, ഏതാണോ എളുപ്പമായത് ഓതണം, ദ്വാരക്കണം. ഖബറിന്റെ അടുത്ത് ദ്വാരക്കുന്ന വലിയ കുഴപ്പമുള്ള സംഗതിയാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും എന്റെ അടുത്ത് വരുമ്പോ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെട്ടു പോയി ദ്വാരക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എപ്പോഴാ പോകുന്നറിയോ? ആഖിറുൽ ലൈൽ, സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട്. സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീ', ആഖിറുൽ ലൈൽ രാത്രിന്റെ അവസാന സമയത്ത്, ഒരു ദിവസം മാത്രല്ല, എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി ആഖിറുൽ ലൈൽ ജന്നത്തുൽ ബഖീയിലേക്ക് തങ്ങൾ പുറപ്പെടും. പുറപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തമായി ദുആർക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലിൽ ബഖീ', ബഖീലുള്ള ആളുകൾക്ക് മൊത്തം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീയിലെ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നില്ലേ? ഒരു ദിവസം മാത്രമാണോ ദുആർന്നത്? അല്ല, ആവർത്തിച്ച് ആവർത്തിച്ച് ആ സിയാറത്തും ദുആവും നടത്തിയതല്ലേ. സഹോദരങ്ങളെ, ഇതൊന്നും എതിർക്കേണ്ട സംഗതിയല്ല, ഓടിപ്പോകേണ്ട സംഗതിയല്ല. ദീനിൽ സ്ഥിരപ്പെട്ട പൂർണ്ണമായും സുന്നത്തായ അമലുകളാണ്. സ്വഹാബിമാരും താബിയുകളും തബഉ താബിയുകളും നാളിതുവരെ ഉലമാവും നിർവഹിച്ച് കാണിച്ചു തന്ന മഹത്തായ സുന്നത്തുകളാണ്. എതിർക്കേണ്ടതില്ല, തള്ളി പറയേണ്ടതില്ല. അങ്ങനെ തള്ളി പറയേണ്ട ഒരു സംഗതിയാണെങ്കിൽ നേതാക്കന്മാരായ ആൾക്കാരൊക്കെ മരിച്ചു പോയപ്പോ അവരെടുത്തുനിന്നൊക്കെ ദ്വാരന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഹത്തുമോദിയിട്ടുണ്ട്. വിദേഹത്തുകാരുടെ നേതാക്കൾ, ഞാൻ ഈ സദസ്സായതുകൊണ്ട് അവരെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അത് പറയുമ്പോ പറയാം, അത് നേതാക്കളായതുകൊണ്ട് റെസ്പെക്റ്റ് ആണ്. നേതാക്കൾക്ക് മാത്രം ഒരു സംഗതി സുന്നത്തും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംഗതി വിദേഹത്തും, അതെന്ത് പരിപാടിയാ? പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റണ്ടേ? എല്ലാവർക്കും പറ്റുന്ന സംഗതി തന്നെയാണ്, അതിലൊന്നും ഒട്ടും സംശയമല്ല. സ്വഹാബത്ത് ദ്വാരുന്നില്ലേ, താബിയുകൾ ദ്വാരുന്നില്ലേ, എല്ലാ ഇമാമിങ്ങളും ദ്വാരുന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, മയ്യത്തിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കും. മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നോക്കും, മരിച്ചവരൊക്കെ സമാധാനിപ്പിക്കാൻ. ആരെങ്കിലും ദ്വാരക്കാണെങ്കിൽ ഒരൊറ്റ പോക്ക. എന്തിനാ പോണ്? പോകണ്ട, ആമീൻ പറഞ്ഞാ പോരെ. മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടില്ലേ? മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യം ഹിജറ പോയ സ്വഹാബി ആരാ സഹോദരങ്ങളെ? മക്കത്തുനിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജറ പോയതിൽ മുഹാജിറുൽ അവ്വൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവരാണ് ആദ്യത്തെ മുഹാജിർ. അവരെ മുമ്പ് മദീനയിലേക്ക് ആരും ഹിജറ പോയിട്ടില്ല. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വീട്ടിലേക്ക് കയറി വന്ന് മഹാനവറുകളുടെ ജനാസയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, ഈ അബൂ സലമക്ക് നീ പൊറുക്കണേ അല്ലാഹ്, വർഫഅ ദറജതഹു ഇൻദക ഫിൽ മഹ്ദിയീൻ,
മഹാനവറുകളുടെ ദറജ നീ വലിയ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിലായി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സഹോദരന്മാരെ, മുനാഫിഖുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ളവരാണ്. അവരെ കൂട്ടത്തിൽ പെട്ടേക്കരുത്. അവരെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. വൽയഹൂദു ജൂതന്മാരാണ്. ജൂതന്മാരെ സ്നേഹിക്കാൻ കഴിയോ? എങ്ങനെ സ്നേഹിക്കാനാണ് അവരെ? നാട്ടിലേറ്റവും വലിയ നരനായാട്ട് നടത്തുന്ന കുഴപ്പം സൃഷ്ടിക്കുന്ന വിഭാഗം അവരെ ശക്തി പൂർണ്ണമായും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. നിരപരാധികളെ കൊന്നൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവരെ മുന്നിലുള്ളൂ. പണ്ടും ഇപ്പോഴും എപ്പോഴും ആ രൂപത്തിലുള്ള ശത്രുതയിലായി ജീവിക്കുന്നവരും പെരുമാറുന്നവരുമാണവര്. അല്ലാഹുവേ, സാധുക്കളായ ആളുകളെ പീഡിപ്പിക്കുന്ന ഈ വിഭാഗത്തിന്റെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാഹ്. ജൂതന്മാര് അവർ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള വിഭാഗമാണ്. വൽ ഫുസാഖു ഫാസിഖീങ്ങൾ, വല്ലലമതു ളാലിമീങ്ങൾ അക്രമികൾ, വൽ മുബ്തദിഅതു ബിദ്അത്തുകാരെയും അതിൽ എണ്ണി. ഞാൻ എന്റെ വക എണ്ണിയതല്ല. ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറയുന്നു, അതേ വൽ മുറാദു ബിനഫീൽ വിജ്ദാൻ, അങ്ങനെ കണ്ടെത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ വിജിതാനില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അവരോട് വിജിതാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നഫിയുൽ മവാദ്ദ, സ്നേഹിക്കാനൊക്കൂല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹു വറസൂല. ശരിയായ നിലക്ക് ഈമാനുള്ള മനുഷ്യൻ ബിദ്അത്തുകാരോട് സ്നേഹബന്ധം പുലർത്തൂല, അവരെ സ്നേഹിക്കാനൊക്കൂല. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യജ്തമിഉൽ ഈമാനു മഅ വിദാദി അദാഇല്ലാഹ്. അല്ലാഹുവിന്റെ ശത്രുക്കളോടൊപ്പം ഈമാൻ ഒരുമിച്ച് കൂടൂല. ഒന്നുകിൽ നീ ശത്രുക്കളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം നിൽക്കുക. അള്ളാഹുവിനോടും റസൂലിനോടൊപ്പാണോ നിൽക്കുന്നത്, എന്നാ അവരെ എതിരാളികളായ ശത്രുക്കളായ ആളുകളെ സ്നേഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളെ ഈമാൻ ശരിയായ ഈമാനാണെങ്കിൽ മൻ സ്വഹഹ ഈമാനുഹു വഅഖ്ലസ തൗഹീദഹു, ശരിയായ നിലക്കുള്ള തൗഹീദും ഈമാനുമാണെങ്കിൽ ലാ യഇനിസു ഇലാ മുബ്തദീൻ, മുബ്തദിയിലേക്ക് നേരം പോക്കിന് പോകൂല. ടൈം പാസിന് ആളെ കൊണ്ടുപോകുന്നത് ബിദ്അത്തുകാരനെയാകൂല. വലാ യുജാലിസുഹു, അവനോടൊപ്പം ഒരു സദസ്സ് പങ്കിടാനും പോകൂല. വലാ യുആകിലുഹു, അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കൂടൂല. വലാ യുശാരിബുഹു, അവനോടൊപ്പം വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും കൂടൂല. വലാ യുസാഹിബുഹു, അവനോടൊപ്പം സഹവസിക്കാൻ കൂടൂല. വയൽഹറു മിൻ നഫ്സിഹിൽ അദാവത വൽ ബഗ്ളാ, അവന്റെ ഉള്ളിൽ നിന്ന് ബിദ്അത്തുകാരോട് അതേ ശത്രുതയും ദേഷ്യവും അവൻ പ്രകടിപ്പിക്കും. അത് ബിദ്അത്തിനോടുള്ള ദേഷ്യമാണ്, വ്യക്തിവിദ്വേഷമൊന്നും അവർക്കില്ല, ആർക്കുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. മഹാനവർകൾ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു പ്രധാനപ്പെട്ട മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനല്ലേ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഇല്ലാത്ത ഒരു കേസും പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ച് കുറെ ആളുകൾ ആക്രമിച്ചു. 150 ആളുകൾ മാറി മാറി മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇല്ലാത്ത ഒരു വാദം കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് അതിൽ കുടുക്കിയിട്ട് ബിദ്അത്തുകാരായ ചില ആളുകൾ ഭരിക്കുന്ന ആൾക്കാരോടൊപ്പം ചേർന്നുണ്ടാക്കിയ ഒരു സേവനാണത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എങ്ങനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒപ്പിച്ച പണിയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അഹ്ലുസുന്നയുടെ വാദത്തിൽ നിന്ന് അളവ് വിട്ടുപോകാതെ ഉറച്ചു നിന്നു. സഹോദരങ്ങളെ, ജയിലിലുള്ള ആളുകൾ പോലും അമ്പരന്നുപോയി. 2 കൈയും 2 ഭാഗത്തേക്ക് കെട്ടിയിട്ട് ആദ്യഘട്ടത്തിലൊക്കെ ഷർട്ട് ധരിച്ച രീതിയിലായിരുന്നു ചാട്ടവാറ് കൊണ്ട് അടി. പിന്നീട് ഷർട്ട് ഊരിയ രീതിയിലാണ് ചാട്ടവാറ് കൊണ്ട് അടി നടന്നത്. ഒരു തുണി മാത്രം ഉടുത്തു നിൽക്കുമ്പോ, ഉടുത്ത തുണി അടിയാൻ പോകുമ്പോ 2 കൈയും 2 ഭാഗത്തേക്ക് കെട്ടിയിരിക്കുകയല്ലേ.
മുന്നിലുള്ളത് മുഴുവനും അക്രമികളല്ലേ. ആരാണ് തുണി ഉടുത്തു കൊടുക്കുന്നത്? തുണി അടിയാൻ പോകുന്ന നേരം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പറയുന്നത് അവർ കണ്ടു. പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തോ ഒന്ന് ചൊല്ലുന്നുണ്ട്. പെട്ടെന്നതാ തുണിയങ്ങ് മുറുകി ഉടുത്തുടുക്കപ്പെട്ടു പോയി. ആരാണ് ഉടുത്തു കൊടുത്തത് എന്ന് കണ്ടില്ല. പിന്നീട് ആ തുണി ഒരിക്കലും അഴിഞ്ഞിട്ടില്ല. ശരിയായ രൂപത്തിൽ അവിടെ മുറുക്കി ഉടുത്ത് റെഡിയായി ഭദ്രമാക്കി പോയി. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി മഹാനവറുകളുടെ വാദം ശരിയായ നിലക്ക് അംഗീകരിച്ച് കോടതി മഹാനവറുകളെ നിരപരാധിയായി ജയിലിൽ നിന്ന് മഹാനവറുകൾ മോചിതനായി പുറത്തു വരുമ്പോ തന്റെ അനുയായികളും കൂട്ടുകാരും മുഹിബ്ബീങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം അവിടുത്തെ ഗുരുവര്യനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷമാണ് ഷാഫി ഇമാം തങ്ങൾ കത്ത് കൊടുത്തയച്ചത് ശിഷ്യന്റെ കയ്യില്. ആ കത്തിങ്ങനെ പൊളിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. ഉസ്താദ് എഴുതിയ കത്തിൽ എന്താ ഉള്ളത്? ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യനോട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കത്തിൽ എഴുതി അറിയിക്കുന്നത് ഇത് മാത്രമല്ല, ആ കത്തിന്റെ ഈ സന്ദേശം പറഞ്ഞതിന്റെ അവസാനം എഴുതിയ ഒരു വരിയുണ്ട്. ജയിലിൽ ആദ്യകാലത്ത് നിങ്ങൾ ധരിച്ചിരുന്ന കുപ്പായമുണ്ടല്ലോ, അതെന്റെ ശിഷ്യന്റെ കൈവശം കൊടുത്തേക്കണേ എന്നുകൂടി കത്തിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യൻ പള്ളിയിലേക്ക് വന്നപ്പോ ഷാഫി ഇമാം തങ്ങൾ വിളിക്കുന്നു, മോനെ ഉസ്താദ് തന്ന കുപ്പായം എവിടെ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്ന കുപ്പായം എവിടെ? ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ കുപ്പായം ഒരു പാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ആ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ആ പാത്രം വെള്ളത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം മുക്കിയ വെള്ളത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദ് ബറക്കത്തെടുക്കുന്നു. കാരണം ദീനിന് വേണ്ടിയാണ് ഇത് സഹിച്ചത്. ഹറാം ചെയ്തതിന്റെ പേരിലല്ല, ഒരു ഹറാമിന് സപ്പോർട്ട് നിന്നതിന്റെ പേരിലല്ല, ഒരു നിയമം മാറ്റിയതിന്റെ പേരിലല്ല, ഒരു കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലോ കൊടുത്തതിന്റെ പേരിലോ കൊടുക്കാൻ സഹായിച്ചതിന്റെ പേരിലോ അല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം അടിയുറച്ച രീതിയിൽ പറഞ്ഞ് ഇഞ്ച് വ്യത്യാസമില്ലാതെ ഉറച്ചു നിന്നപ്പോ, ദീനീ രംഗത്ത് ശക്തമായി ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോ ഏൽക്കേണ്ടി വന്ന പരീക്ഷണമാണ്. അത് അവർക്കൊരു പ്രശ്നമേ അല്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദേ 150 ആളുകൾ നിങ്ങളെ മാറി മാറി തച്ചില്ലേ? സാധാരണ വടി കൊണ്ടല്ല, ചാട്ടവാറ് കൊണ്ടാണ് സഹോദരങ്ങളെ അടിച്ചിരിക്കുന്നത്. ഒരൊറ്റ അടിയുടെ വേദന തന്നെ എത്ര സമയം നിലനിൽക്കും? നീണ്ടു നിൽക്കുന്ന വേദനയല്ലേ? ആ ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോ വിനയത്തിന്റെ താഴ്മയുടെ സ്വരമായ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ പ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിക്കുന്ന മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രധാനിയായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട, ആർക്കും എതിരെ കേസ് കൊടുക്കണ്ട, എല്ലാവർക്കും ഞാൻ മാപ്പാക്കി കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ, ബിദ്അത്തുകാർക്ക് ഒഴികെ. കണ്ടാ, എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു. എന്നെ അറിവില്ലാതെ വന്ന് അടിച്ച കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു, ബിദ്അത്തുകാർക്ക് ഒഴികെ. വ്യക്തിപരമായ എതിർപ്പല്ല, ബിദ്അത്ത് എന്ന തലക്കെട്ടിലുള്ള എതിർപ്പാണ്. ബിദ്അത്ത് മാറ്റിയിട്ടവർ വരട്ടെ, അവർക്ക് മാപ്പ് കൊടുക്കാം. അതാണ് വ്യക്തിവിദ്വേഷം. എല്ലാവരോടും, അതാരോടുമില്ല, ബിദ്അത്തുകാരോടില്ല, അല്ലാത്തവരോടില്ല. ആശയപരമായിട്ടുള്ള എതിർപ്പ്, അതിലുള്ള നിസ്സഹകരണമാണിത്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും കുറച്ച് തീവ്രത ഏറിപ്പോയി മൗലവിയുടെ പ്രസംഗത്തിൽ, ഒരു വെള്ളം കുടിക്കണ്ട, ഒന്നും സാവസിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത. വ്യക്തിപരമായ വിദ്വേഷത്തിനല്ല സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞത്. പിന്നെ ആശയപരമായ മാറ്റത്തിനാണ്. കണ്ടോ നിങ്ങൾ,
ചാട്ടവാറ് കൊണ്ട് ആരടിച്ചാലും ഒരുപോലെ തന്നെയല്ലേ? എല്ലാരെ വേദന ഒരുപോലെ തന്നെയല്ലേ? 150 ആളുകൾ മാറി മാറി അടിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നോക്ക് സഹോദരങ്ങളെ. എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, പക്ഷേ ബിദ്അത്തുകാരൊഴികെ. എന്താ അവർക്ക് മാപ്പ് കൊടുക്കാത്തത്? വ്യക്തിപരമായി ആരോടും വിദ്വേഷം ഉണ്ടായിട്ടല്ല. അവരെ ബിദ്അത്ത് മാറ്റിയിട്ട് അവർ വരട്ടെ, അവർക്ക് മാപ്പ് കൊടുക്കാം. അവരെ ബിദ്അത്തിൽ നിന്ന് അവർ മാറാൻ വേണ്ടിയുള്ള ഒരു ബഹിഷ്കരണ നിലപാടാണത്, വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമല്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിലപാട്. അതാണ് അവരെ സ്നേഹിക്കാൻ കഴിയാത്തത്. ബാക്കിയുള്ളവരോടൊക്കെ കണ്ടില്ലെങ്കിൽ എന്ത് മഹബത്തിന്റെ പേരിലാണ് ആ മാപ്പ് കൊടുത്ത്, എന്ത് വിട്ടുവീഴ്ചയാണത്? ആരെങ്കിലും സഹോദരന്മാരെ ആ രീതിയിലുള്ള മാർഗം സ്വീകരിക്കും? പൊതുവെ ആളുകൾ പറയുന്നത് അങ്ങനെയല്ലേ, നമ്മൾ വിജയിച്ചില്ല ഇനി അവരൊന്ന് വട്ടം കറക്കണം, നമ്മളെ കുടുക്കിയ ആൾക്കാരെ ഒന്ന് ഓലൊന്ന് കയറ്റണം ജയിലിൽ എന്ന് പറയില്ല സാധാരണ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നമ്മൾ ആക്രമിച്ച ശിക്ഷിച്ച ആളുകൾക്കൊക്കെ മാപ്പ് കൊടുത്തു, പക്ഷെ അതിന് കരുക്കൾ നീക്കിയിട്ട് പ്രവർത്തനം ചെയ്ത മുൻപന്തിയിലുള്ള ബിദ്അത്തുകാരുണ്ട്. അവർക്ക് മാപ്പ് കൊടുക്കാത്തത് ബിദ്അത്തിന്റെ പേരിൽ. ബിദ്അത്തിൽ നിന്ന് അവർ മാറി ശരിയായ നിലക്ക് അവർ വന്നാൽ അവർക്കുണ്ട് മാപ്പ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ആ നിസ്സഹകരണം വന്നത്. അത് നേരത്തെ ഉള്ളതാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണോ? അല്ല, നേരത്തെ മഹാന്മാര് സ്വീകരിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമൻ ദാഹന മുബ്തദിഅൻ സലബഹുല്ലാഹു ഹലാവത്തസ് സുനൻ. ഒരു മുബ്തദിഇനോട് നല്ല സ്നേഹബന്ധം പുലർത്തി ഒരാൾ ജീവിച്ചാൽ സുന്നത്തുകളോടുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കും. സുന്നത്തുകളോട് താല്പര്യം വരൂല. മുബ്തദികാരനോട് നീ ഇടപെട്ട് നോക്കിയാൽ പല സുന്നത്തുകളെയും പുച്ഛ മനോഭാവത്തോടവൻ കാണും. പിന്നെ നിന്റെ മനസ്സിൽ അതിനോടുള്ള വെറുപ്പ് വരും. പിന്നെ ഘട്ടം ഘട്ടമായി നീ അവനെ പോലെയാകും. ബിദ്അത്തുകാരൻ നിന്നോട് പറയും, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കണ്ടില്ലേ നിങ്ങൾ ഖബറുകൾ പോയി ദ്വാർക്കുന്നത്, സലാം പറയുന്നത്, അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, സ്വന്തത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്, എന്ത് കാര്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത് എന്ന് അങ്ങനെ ഇഞ്ചിറ്റ് ചെയ്യുമ്പോ അറിവ് കുറഞ്ഞ നീ അവനെ പോലെ നീയും ഒരു വേള ചിന്തിച്ചിട്ട് ശരിയല്ലേ ആ പറയുന്നത് എന്ന് നിന്റെ മനസ്സിലൊരു ബോധ്യം വന്നാൽ പിന്നെ നീയും അവനെ പോലെ ഈ സംഗതി, ഈ സുന്നത്തായ സംഗതി എതിർക്കും. സുന്നത്തല്ലേ ഖബർ സിയാറത്ത്? തർക്കമുണ്ടോ ആ വിഷയത്തിൽ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫ അത് സന്ദർശിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായ സുന്നത്തായിട്ടല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. എത്ര വലിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രത്യേകം സിയാറത്തിന് വന്ന മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ബിദ്അത്തുകാരന്റെ മനസ്സിലുള്ള സുന്നത്തിന്റെ വിരോധം നോക്ക് നിങ്ങൾ. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോയാലും, മദീന പള്ളിയിൽ കയറി നിസ്കരിച്ചാലും, മദീന സിറ്റി അവൻ കണ്ടാലും, മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചാലും മുത്തുനബി തങ്ങളോടൊരു സലാം പറയാൻ, അവന് ദ്വാർക്കുന്നത് പോട്ടെ, ഒരു സലാം പറയാൻ അവന്റെ മനസ്സ് അനുവദിക്കാതെ എന്തുമാത്രമുള്ള പിണക്കത്തിലാണ് അവൻ തിരിച്ചു പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങിയിട്ട് നിനക്ക് എന്തൊരു ഹജ്ജടോ, എന്ത് ഉംറയാണ്, എന്ത് കാര്യമാണ്? ആ മദീന പള്ളിയിൽ കയറി നീ നിസ്കരിച്ചിട്ട് അതേ അതിന്റെ തൊട്ടുചാരേ മിഹ്റാബിന്റെ നേരെ ഇപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവിനോട് ഒരു സലാം പറയാൻ ഹജ്ജ് കഴിഞ്ഞ് മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്ന മഹാനല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ.
മഹാനവറുകൾ അധികവും താമസിച്ചത് മക്കയിലല്ലേ തങ്ങളെ വഫാത്തിന് ശേഷം. ഖബറുള്ളതും മക്കത്ത് തന്നെയല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അവര് ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് സ്പെഷ്യലായി വരുന്നു. എന്തിന്? സിയാറത്തിന് വേണ്ടി. ഹജ്ജുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അമലുണ്ടോ? ഉണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മദീന സിയാറത്ത് കിതാബിൽ എഴുതിയിരിക്കുന്നത് അതേ ജനാസയുടെ ബാബിലല്ല, ഹജ്ജിന്റെ ബാബിലാണ്. ഹജ്ജ് വിശദീകരിക്കുന്ന ഇടത്താണ് മദീന സിയാറത്ത് സുന്നത്താകുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുമൊക്കെ അവർ രേഖപ്പെടുത്തിയത്. ഈ സുന്നത്തിനോട് എതിർപ്പ് വന്നത് ഒരു ബിദ്അത്തുകാരന്റെ കൂടെ നീ കൂടിയിട്ടാണ്. പലർക്കും സുന്നത്തുകളോട് എതിർപ്പ്, നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയോട് എതിർപ്പ്, ദിക്റിനോട് എതിർപ്പ്, ഹദ്ദാദ് റാത്തീബിനോട്. ഹദ്ദാദ് റാത്തീബിലൊക്കെ ഉള്ള ദിക്റുകളൊക്കെ ഹദീസിൽ ഒന്ന് സ്ഥിരപ്പെട്ട ദിക്റുകളല്ലേ, അതിനോടൊക്കെ എതിർപ്പ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ അതിനോടൊക്കെ എതിർപ്പ്. ആ എതിർപ്പിന്റെ കാരണമാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമ്മമാരെ ആ തരത്തിലുള്ള സഹകരണം വേണ്ടാന്ന് പറഞ്ഞത്. പലർക്കും അതങ്ങ് കൂടെയ്യാൻ വലിയ പ്രയാസമാണ്. പ്രയാസമുള്ളവർ അങ്ങനെ തന്നെ നിന്നോ, പറയേണ്ട ഒരു ബാധ്യതയല്ലേ ഉള്ളൂ. ഉസ്താദ് അവരുടെ ശിഷ്യന്മാര് എഴുതി വെച്ച കിതാബിൽ നിന്ന് ബിദ്അത്തുകാരെ സംബന്ധിച്ച് പറയുന്നൊരു ഭാഗം കണ്ടപ്പോ എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം ഉസ്താദ് ജീവിതത്തിൽ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളോടല്ല, ക്രൈസ്തവരോടല്ല, മതമില്ലാത്തവരോടല്ല, ദീനിന്റെ ഉള്ളിൽ തന്നെ നിന്ന് ദീനിനെ കേടുവരുത്തുന്ന